10ാം ക്ലാസ് കെമിസ്ട്രി മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. പരീക്ഷയെക്കുറിച്ച് അധിക കുട്ടികളും അഭിപ്രായപ്പെട്ടത് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ എന്തായാലും വരുന്ന മാർച്ചിൽ പബ്ലിക് എക്സാമിനേഷൻ കുട്ടികൾക്ക് നല്ല എളുപ്പമാകട്ടെ എന്ന് പറയുകയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം എ വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 4 മാർക്ക് വീതം. ചോദ്യം 1. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുമ്പോൾ നീറ്റുകൊക്ക ഡാഷ് ആയി ഉപയോഗിക്കുന്നു. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുമ്പോൾ നീറ്റുകൊക്ക ഡാഷ് ആയി ഉപയോഗിക്കുന്നു. ഉത്തരം ശോഷകാരകമായാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ശോഷകാരകം അല്ലെങ്കിൽ വെള്ളത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടി. ഉത്തരം ശോഷകാരകമായാണ് ഉപയോഗിക്കുന്നത്. ഇനി ചോദ്യം 2. ഹീലിയം ഒഴികെയുള്ള ഉത്കൃഷ്ടവാതകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഹീലിയം ഒഴികെയുള്ള ഉത്കൃഷ്ടവാതകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ബാഹ്യതമ സബ്ഷെൽ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഉത്തരം 6 വരിക. സബ്ഷെല്ല് ആയത് കാരണം 6. നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഇപ്പോൾ അറ്റോമിക് നമ്പർ 10 നിയോൺ, അല്ലേ? നിയോണിനെ നമ്മൾ സബ്ഷെല്ലായിട്ട് എഴുതുമ്പോൾ 1s2 2s2 2p6 എന്നാണ് വരിക. അപ്പോൾ ബാഹ്യതമ സബ്ഷെല്ലിൽ എപ്പോഴും 6 ഇലക്ട്രോണുകളായിരിക്കും. ഓക്കെ. ഇനി ചോദ്യം 3. ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 STPയിലുള്ള 320 ഗ്രാം ഓക്സിജൻ്റെ വ്യാപ്തം എത്ര? അപ്പോൾ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 നമുക്ക് തന്നിട്ടുണ്ട്. STPയിലുള്ള 320 ഗ്രാം ഓക്സിജൻ്റെ വ്യാപ്തമാണ് കാണാനുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിജൻ്റെ 320 ഗ്രാം ഓക്സിജൻ്റെ വ്യാപ്തം, അല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32, 320/32 സമം 10, അല്ലേ? 10 മോളെന്നാണ് കിട്ടുക. 10 മോള്. ഈ 10 മോളിന് എന്ത് ചെയ്യണം? 1 മോൾ വ്യാപ്തമായ 22.4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 224 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 224 എന്ന് മനസ്സിലാക്കുക. അവിടെ 320 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം നമ്മൾ അതിൻ്റെ മോളിൻ്റെ എണ്ണം കാണുക. 320/32 10 കിട്ടും, അല്ലേ? 10നെ 1 മോൾ വ്യാപ്തം, STPയിലെ 1 മോൾ വ്യാപ്തം 22.4 അതുകൊണ്ട് ഗുണിക്കുമ്പോൾ 224 ആൻസർ വരിക. ഓക്കെ. ചോദ്യം 4. വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഉപോൽപ്പന്നമായി ലഭിക്കുന്ന പദാർത്ഥം ഏത്? സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് ഗ്ലിസറോളാണ്. ഗ്ലിസറോൾ. ഇനി ചോദ്യം 5. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് ലോഹ ജോഡിയെയാണ് ഉരുക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? ഇവിടെ ഉരുക്കി വേർതിരിക്കുന്നത് SN-ഉം PB-യുമാണ്. അതായത് SN ടിന്ന്, PB ലെഡ്, അല്ലേ? അപ്പോൾ ടിന്ന്, ലെഡ് ഈ ലോഹങ്ങളെയാണ് ഉരുക്കി വേർതിരിക്കുന്നത്. ഇവയ്ക്ക് ദ്രവണാങ്കം വളരെ കുറവാണ്, അല്ലേ? ഇനി ചോദ്യം 6 മുതൽ 10 വരെ ചോദ്യങ്ങൾ. 4 ഉത്തരം എഴുതുക. 2 മാർക്ക് വീതം. അതിൽ 6ാമത്തെ ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ CO2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44 ആണ്. ചോദ്യം എ. 2 × 6.022 × 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളുടെ മാസ് എത്ര? അപ്പോൾ നമുക്കറിയാം ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസാണ് 44. ഇവിടെ 2 കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലേ? 2 തന്മാത്ര അല്ലെങ്കിൽ ഒരു തന്മാത്രയുടെ മാസാണ് 44 എന്ന് പറയാം. 2 തന്മാത്രകളുടെ മാസാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എങ്ങനെ കാണും? 2 × 44 സമം 88. ആദ്യ ക്വസ്റ്റ്യൻ്റെ ആൻസർ 88 മാസ് വരുന്നത്. ഇനി ചോദ്യം ബി. 264 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ
അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ അതേ എണ്ണം നൈട്രജൻ തന്മാത്രകളുടെ മാസ് എത്ര? ചോദ്യം കൊണ്ട് വായിക്കാം. 264 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ അതേ എണ്ണം നൈട്രജൻ തന്മാത്രകളുടെ മാസ് എത്ര എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ 264 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മോളാണെന്ന് മനസ്സിലാക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് 264/44 ആണ് അല്ലേ, അത് 6 മോൾ. 264/1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് 44, അപ്പോൾ എത്ര കിട്ടും? 6 മോള് എന്ന് കിട്ടും. ഇനി ഇതേ എണ്ണമാണ് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള അതേ നൈട്രജൻ തന്മാത്രകളുടെ മാസ് എത്രയാണ്? 6 മോളിലുള്ള നൈട്രജൻ്റെ മാസ്, 1 മോളിൻ്റെ മാസ് അല്ലേ, 1 മോളിക്കുലർ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 28. നൈട്രജൻ്റെ മോളിക്കുലർ മാസ് 28 ആണ്. അപ്പോൾ 6 മോളിൻ്റെത് 6 × 28 = 168 ഗ്രാം എന്ന് വരും. ഓക്കെ. ഇനി ചോദ്യം 7. ഒരു ഹൈഡ്രോ കാർബണിൻ്റെ IUPAC നാമം 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ്. 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ്. ചോദ്യം എ. തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം എഴുതുക. ഘടനാവാക്യം. അപ്പോൾ ഇതാണ് ഘടനാവാക്യം. CH3 CH CH3 CH CH3 CH3 അല്ലേ. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിൽ നിന്ന് ശാഖകൾ ഉണ്ടായിരിക്കും. ഓക്കെ. ചോദ്യം ബി. മുഖ്യ ചെയിനിൽ 4 കാർബണാറ്റങ്ങൾ ഉള്ള ഒരു ഹൈഡ്രോ കാർബണിലെ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. ഇതിൻ്റെ IUPAC നാമം എഴുതുക. ചോദ്യം കൂടി വായിക്കാം. മുഖ്യ കാർബൺ ചെയിനിൽ 4 കാർബണാറ്റങ്ങൾ, ഇതാ മുഖ്യ കാർബണാറ്റം, 4 കാർബണാറ്റങ്ങളുണ്ട്. അതിൽ ഒരു ഹൈഡ്രോ കാർബണിലെ അല്ലേ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. ഇതിൻ്റെ IUPAC നാമമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ഘടന എങ്ങനെയാണ് വരയ്ക്കുക അല്ലേ. CH3 രണ്ടാമത്തെ കാർബണിൽ നിന്ന് 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ചെയിനിലാകെ 4 കാർബൺ. ഇനി അതിൻ്റെ IUPAC ആയ നാമമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വരിക? 2,2-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. 2,2-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഓക്കെ, ഉത്തരം. ചോദ്യം 8. പട്ടിക പൂർത്തിയാക്കുക. ഒന്നാമത്തെ കോളത്തിൽ അയിരിൻ്റെ പ്രത്യേകത, രണ്ടാമത്തെ കോളം അയിരിലടങ്ങിയ മാലിന്യങ്ങളുടെ പ്രത്യേകത, മൂന്നാമത്തെ കോളം സ്വീകരിക്കാവുന്ന സാന്ദ്രണ രീതി. ഇനി ആദ്യത്തെ പ്രത്യേകത, അയിരിൻ്റെ പ്രത്യേകത കാന്തിക സ്വഭാവമുണ്ട്, മാലിന്യങ്ങളുടെ പ്രത്യേകത കാന്തിക സ്വഭാവമില്ല. അങ്ങനെയാണെങ്കിൽ സാന്ദ്രീകരണ രീതി ഏതാ? കാന്തിക സ്വഭാവം ഏതെങ്കിലും ഒന്നിനുണ്ടെങ്കിൽ പോലും അത് കാന്തിക വിഭജനം എന്ന പ്രക്രിയയാണ്. കാന്തിക വിഭജനമാണ് ഉത്തരം. എയുടെ ആൻസർ. ഇനി രണ്ടാമത്തത് അയിരിന് സാന്ദ്രത കുറവ്, മാലിന്യങ്ങൾക്ക് സാന്ദ്രത കൂടുതൽ. ഈ സമയത്താണ് പ്ലവന പ്രക്രിയ അല്ലേ, പ്ലവന പ്രക്രിയ. ഇനി 3. അയിരിന് സാന്ദ്രത കൂടുതലും മാലിന്യങ്ങൾക്ക് സാന്ദ്രത കുറവുമായ സമയത്ത് ജലപ്രവാഹത്തിൽ കഴുകൽ. 4. അയിരിന് കാന്തിക സ്വഭാവം ഇല്ല, മാലിന്യങ്ങൾക്ക് കാന്തിക സ്വഭാവമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അത് കാന്തിക വിഭജനം എന്ന രീതിയാണ് തിരഞ്ഞെടുക്കുക. ഓക്കെ. ഇനി ചോദ്യം 9. 4 ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. 1, 2, 3, 4 അല്ലേ. CH3 CH2 CH2 CH3 4 കാർബണുള്ള ചെയിൻ അല്ലേ, 4 കാർബണുള്ള ഒരു ചെയിനാണ്. 2 CH3 CH2O CH3 ആൽക്കോക്സി അല്ലെങ്കിൽ ഈഥർ ഗ്രൂപ്പാണ്. 3 CH3 CH2 CO CH3 അല്ലേ, ഇത് CO, ഇതും ഒരു ഫങ്ഷൻ ഗ്രൂപ്പാണ്, കീറ്റോൺ ഗ്രൂപ്പാണ്. 4മത്തത് CH3 CH2 CH2OH അല്ലേ, ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ ഗ്രൂപ്പാണ് OH വരുന്നത്. ഇനി ഇതിലെ ചോദ്യം എ. സംയുക്തം 1ൻ്റെ ചെയിൻ ഐസോമറിൻ്റെ ഘടനാവാക്യം എഴുതുക. സംയുക്തം 1 അല്ലേ, ഇത് ചെയിൻ ഐസോമറാണ്. 4 കാർബണുള്ള ചെയിൻ ഐസോമർ, അതായത് ബ്യൂട്ടൈനാണിത്. ഈ ബ്യൂട്ടൈൻ്റെ ഐസോമർ ജോഡിയായിട്ട് വരുന്നത് ചെയിനിൽ 3 കാർബണും ഒരു ശാഖയും അല്ലേ. തന്മാത്രമാക്കി 2ൻ്റെ 1 ആണ്. C4H
ടൺ എന്നാണ് വരിക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഐസോമർ ജോഡി, ചെയിൻ ഐസോമറിൻ്റെ ജോഡി C4H ടൺ തന്മാത്രാവാക്യമുള്ള 2-methyl propane എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വരച്ചു വെച്ചാൽ മാത്രം മതി. എയുടെ ആൻസർ ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ. ഇവയിൽ ഫങ്ഷണൽ ഐസോമർ ജോഡി ഏതാണ്? അല്ല, ഇവിടെ ഫങ്ഷണൽ ഐസോമർ ജോഡിയായിട്ട് വരുന്നത് രണ്ടാമത്തതും നാലാമത്തേതുമാണ്. രണ്ടാമത്തേൽ C3H8O, നാലാമത്തതും 1 2 3 C3H എത്ര ഉണ്ട്? 3 5 7 8O അല്ലേ? C3H8O. ഓക്കെ, അപ്പോൾ 2ഉം 4ഉമാണ് ഫങ്ഷണൽ ഐസോമർ. രണ്ടാമത്തേൽ O ഈതർ ഫങ്ഷൻ ഗ്രൂപ്പ്, ആൽക്കോക്സി ഫങ്ഷൻ ഗ്രൂപ്പ്. നാലാമത്തേൽ OH ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പും അല്ലേ? 2ഉം 4ഉമാണ് ഫങ്ഷണൽ ഐസോമർ ജോഡികൾ. ഇനി ചോദ്യം 10. ഒരു രാസപ്രവർത്തന സമവാക്യം നൽകിയിരിക്കുന്നു. CH3 CH2 CH3 ആരോമാർക്ക് രാസപ്രവർത്തനം നടന്ന് 2 സംയുക്തങ്ങളുണ്ടായി. ഒന്ന് CH4 മീഥേനാണ്. എ ഇത് നമ്മൾ എഴുതാനുള്ളതാണ്. എയുടെ ഘടനാവാക്യം എഴുതുക. അപ്പോൾ ഇത് ഏതാണ് പ്രവർത്തനം? ഇത് താപീയ വിഘടനം എന്ന് പറയുന്ന പ്രവർത്തനം അല്ലേ? താപീയ വിഘടനം. ഭാരം കൂടിയ ഹൈഡ്രോ കാർബണ് ചൂടാക്കുമ്പോൾ ഭാരം കുറഞ്ഞ അല്ലേ ഹൈഡ്രോ കാർബണുകളായി വിഘടിക്കുന്ന രാസപ്രവർത്തനമാണ് ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കാർബണുള്ള പ്രൊപ്പൈൻ വിഘടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് നമുക്ക് 1 തന്നു. വളരെ എളുപ്പമാണ്. 1 കാർബൺ തന്നു. ഇനി 2 കാർബണുള്ള സംയുക്തമായിരിക്കും. 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇതിൽ വന്നു. ആകെ ഇവിടുത്തെ ഹൈഡ്രജൻ എത്രയാണ്? 3 5 8 ഹൈഡ്രജൻ അല്ലേ? ഇവിടെ 4 ഹൈഡ്രജൻ വന്നു. ഇനി 2 കാർബണും 4 ഹൈഡ്രജനുമുള്ള ഹൈഡ്രോ കാർബണാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ CH2 അല്ലേ? ഈഥീനാണ് ആൻസർ. അപ്പോൾ എയുടെ ഘടനാവാക്യം ഈഥീൻ എന്നാണ്, മറക്കണ്ട. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ വന്നു, ഇനി എത്ര വരാനുണ്ട് നോക്കിയാൽ മതി. ഇത് നമുക്ക് C2H4 എന്നും എഴുതാം. C2H4 എന്നും എഴുതാം. ഓക്കെ, ചോദ്യം ബി. എയെ പോളിമറൈസേഷന് വിധേയമാക്കിയാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏത്? ഈ എ എന്ന് പറയുന്നതാണ് കിട്ടിയത്. CH2നെ പോളിമറൈസേഷൻ വിധേയമാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം. ഈഥീനെ പോളിമറൈസേഷൻ വിധേയമാക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു പോളിത്തീൻ എന്നാണ് കിട്ടുക. പോളിത്തീൻ അല്ലേ? അതിൻ്റെ ഘടന എങ്ങനെയാണ്? CH2 അല്ലേ? സ്ക്വയർ ബ്രാക്കറ്റ് ഹൈഫൺ അപ്പുറത്തും N അവസാനം. CH2 N പോളിത്തീൻ. ഇനി ചോദ്യം സി വിഭാഗമാണ്. 11 മുതൽ 15 വരെ 4 ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. 11. ഒരു ജലസംഭരണിയുടെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളകളുടെ വലുപ്പം വർദ്ധിക്കുന്നു. കാരണം വിശദമാക്കുക. അപ്പോൾ എന്താണ് ഒരു ജലസംഭരണി അല്ലേ? കുളം അല്ലെങ്കിൽ അക്വേറിയം എന്തുമാകട്ടെ, അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വാതക കുമിളകളുടെ വലുപ്പം കൂടിക്കൂടി വരുന്നു. എന്താണ് കാരണം? അപ്പോൾ എന്താ കാരണം? മുകളിലേക്ക് വരുംതോറും മർദ്ദം കുറയും അല്ലേ? മർദ്ദം കുറയുന്നതിനാൽ വ്യാപ്തം കൂടും. അപ്പോൾ മർദ്ദം കുറയുമ്പോൾ കുമിളകളുടെ വലുപ്പം കൂടി വരും. അപ്പോൾ അടിയിൽ കുമിള ചെറുതായിരിക്കും, മുകളിൽ അടിയിൽ മർദ്ദം കൂടുതലാണ്. എന്നാൽ മുകളിലേക്ക് വരുംതോറും എന്ത് ചെയ്യും? മർദ്ദം കുറയും, വ്യാപ്തം കൂടും അല്ലേ? കുമിളകളുടെ വലുപ്പം കൂടും. മർദ്ദവും വ്യാപ്തവും എപ്പോഴും വിപരീത അനുപാതത്തിലാണ് ഉള്ളത്. ഇനി ബി ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം പ്രസ്താവിക്കുക. ഏതാണ്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. എന്താ ബോയിൽ നിയമം? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. അതാണ് ബോയിൽ നിയമം. ഇനി ഇവിടെ സി ചോദ്യം. 2 ATM അന്തരീക്ഷ മർദ്ദത്തിലുള്ള ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 20 ലിറ്ററാണ്. താപനിലയിൽ വ്യത്യാസമില്ലാതെ മർദ്ദം 4 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ വാതകത്തിൻ്റെ വ്യാപ്തം എത്ര? അപ്പോൾ 2 ATMിലുള്ള വ്യാപ്തം 20 ലിറ്ററാണ്. ഈ 2 ATM എന്നുള്ളത് എന്താക്കി കൂട്ടി?
അതിൻ്റെ 4 മടങ്ങാക്കി കൂട്ടി എങ്കിൽ വാതകത്തിൻ്റെ വ്യാപ്തം എത്ര? അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ മർദ്ദം P1 ആണ്, അത് 2 ATM, അതിലുള്ള വ്യാപ്തം V1 ആണ്, 20 ലിറ്ററാണ്. മർദ്ദം കൂട്ടി 4 ഇരട്ടി, 2ന് 4 ഇരട്ടി പറഞ്ഞാൽ 8 ലിറ്റർ അല്ലേ, 8 ATM ആക്കി. അങ്ങനെയാണെങ്കിൽ V2 കാണണം. V2 വേണമെങ്കിൽ നമുക്ക് സമവാക്യം വെച്ചിട്ട് ചെയ്യാം. ഇതാണ് പോയിരുന്നത് P1 V1 സമം P2 V2 അല്ലേ. ഇത് നമുക്ക് V2 ആണ് കാണാനുള്ളത്. V2 കാണുമ്പോൾ എന്ത് ചെയ്യണം? P1 V1 by P2 അല്ലേ. P1 ഇവിടെ 2 ആണ്, V1 എത്രയാണ്? 20 ആണ്. P2 അല്ലേ, രണ്ടാമത്തെ മർദ്ദം, കൂട്ടിയ മർദ്ദം 4 ഇരട്ടി ആക്കിയത് 8 ആണ്. 40/8 സമം 5 ലിറ്റർ എന്നാണ് ആൻസർ കിട്ടുക അല്ലേ. അല്ലെങ്കിൽ ഇവിടെ അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മർദ്ദം 4 മടങ്ങാകുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും? 1/4 ആയി അല്ലേ, 1/4 ഭാഗമായി കുറയും എന്ന് മനസ്സിലാക്കുക. അത് മനക്കണക്കായിട്ടും ചെയ്യാം. ഓക്കെ. ചോദ്യം 12. ബോക്സിൽ നൽകിയിരിക്കുന്നവയിൽ നിന്നും അനുയോജ്യമായ ലോഹങ്ങളും ലവണ ലായനികളും തിരഞ്ഞെടുത്ത് ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കുന്നു. ബോക്സിൽ നൽകിയിരിക്കുന്നവയിൽ നിന്നും അനുയോജ്യമായ ലോഹങ്ങളും ലവണ ലായനികളും തിരഞ്ഞെടുത്ത് ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കുന്നു. അതിലെ ചോദ്യം എ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഏത് ജോഡി ലോഹങ്ങളാണ് ഈ ഗാൽവനിക് സെല്ലിൽ യഥാക്രമം ആനോഡും കാഥോഡുമായി പ്രവർത്തിക്കുന്നത്? ആദ്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ഗാൽവനിക് സെല്ല് ഉണ്ടാക്കുമ്പോൾ ഒരു ലോഹലായനി അതുപോലെ തന്നെ അതിൽ ആ ലോഹം തന്നെ മുങ്ങിയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് മെഗ്നീഷ്യം സൾഫേറ്റ് എടുക്കാം. മെഗ്നീഷ്യം സൾഫേറ്റിൽ മെഗ്നീഷ്യം ലോഹം, അതുപോലെ തന്നെ മറ്റൊന്ന് FeSO4 ഫെറസ് സൾഫേറ്റ് അല്ലേ. ഫെറസ് സൾഫേറ്റിൽ Fe ലോഹം എടുക്കാം. ഈ 2 ലോഹങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഹലായനികളും ലോഹങ്ങളും ഉപയോഗിച്ചിട്ട് ഗാൽവനിക് സെല്ല് നിർമ്മിക്കാം അല്ലേ. അങ്ങനെ ഇവിടെ ആനോഡും കാഥോഡുമായി പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണ്? MgFe ആണ്. MgFe മെഗ്നീഷ്യം അയൺ ആണ് ആനോഡും കാഥോഡും. അതിൽ ക്രിയാശീലത കൂടിയ മെഗ്നീഷ്യം ആനോഡും ക്രിയാശീലത കുറഞ്ഞ Fe കാഥോഡുമായാണ് പ്രവർത്തിക്കുക. ഇനി ചോദ്യം ബി, ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. റിഡോക്സ് പ്രവർത്തനം അല്ലേ. അപ്പോൾ ആദ്യം ക്രിയാശീലത കൂടിയ മെഗ്നീഷ്യം Mg പ്ലസ് FeSO4 Fe2+ ഗീവ്സ്, പിന്നെ എന്താ ഈ Mg അയോണായി മാറും, 2+ Mg2+ പ്ലസ് Fe അല്ലേ എന്നാണ് വരിക, പ്ലസ് Fe ആണ് വരുന്നത്. ഇതാണ് റിഡോക്സ് പ്രവർത്തന സമവാക്യം. ഇനി സി, ഗാൽവനിക് സെല്ലിലെ ഒരു ഇലക്ട്രോഡായി സിൽവർ ഉപയോഗിച്ചാൽ, അപ്പോൾ സിൽവറാണ് ഒന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം, സിൽവറിൽ നടക്കുന്ന രാസപ്രവർത്തനം എങ്ങനെയാണ്? സിൽവർ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കാഥോഡായിരിക്കും. അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനം Ag പ്ലസ് 1E- Ag എന്നാണ് വരിക. കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനമാണ്, നിരോക്സീകരണ പ്രവർത്തനമാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ചോദ്യം 13. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം പഞ്ചസാര എടുത്തിരിക്കുന്നു. അതിലേക്ക് X എന്ന പദാർത്ഥം ചേർക്കുമ്പോൾ ഒരു കറുത്ത പദാർത്ഥം ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ വാച്ച് ഗ്ലാസ്സിലുള്ള പഞ്ചസാരയിലേക്ക് X എന്ന് പറയുന്ന പദാർത്ഥം ചേർക്കുമ്പോൾ അത് കറുത്ത പദാർത്ഥം ഉണ്ടാകുന്നു അല്ലേ. നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രവർത്തനമാണ്. അതിലെ ചോദ്യം, പദാർത്ഥം X ഏതെന്ന് തിരിച്ചറിയുക അല്ലേ. പഞ്ചസാരയിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോഴാണ് അത് കരിയായിട്ട് അല്ലേ, കറുത്തതായിട്ട് മാറുന്നത്. അപ്പോൾ ഉത്തരം ഗാഢ സൾഫ്യൂരിക് ആസിഡ്. X എന്ന് പറയുന്ന പദാർത്ഥം ഗാഢ സൾഫ്യൂരിക് ആസിഡ് H2SO4. ഇനി ബി, ഇവിടെ ഉണ്ടാകുന്ന മാറ്റത്തിന് കാരണമായ രാസപ്രവർത്തനം വിശദമാക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റത്തിന് കാരണമായ രാസപ്രവർത്തനം വിശദമാക്കുക. എന്താ രാസപ്രവർത്തനം? ഈ ഗാഢ സൾഫ്യൂരിക് ആസിഡ് പഞ്ചസാരയിലേക്ക് ഒഴിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ നിർജ്ജലീകാരിയാണ് അല്ലേ. പദാർത്ഥങ്ങളിൽ രാസപരമായി അടങ്ങിയിരിക്കുന്ന വെള്ളം വലിച്ചെടുക്കുന്ന പദാർത്ഥം, അതാണ് നിർജ്ജലീകാരി. അപ്പോൾ ഇവിടെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ നിർജ്ജലീകാരിയായതിനാൽ പഞ്ചസാരയിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജല അനുപാതത്തിൽ ആഗിരണം ചെയ്യുകയും അവിടെ കാർബൺ അവശേഷിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കാർബൺ വേർതിരിയുകയും ചെയ്യും അല്ലേ. അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ C12 H22 O11, C12 H22 O11 എന്നാണ്. അപ്പോൾ അതിലുള്ള
ഹൈഡ്രജനെയും ഓക്സിജനെയും എന്ത് ചെയ്യുന്നു, ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ എന്ത് ചെയ്യും, ഈ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ അവിടെ കാർബൺ അവശേഷിക്കും. അതാണ് കരി, പഞ്ചസാര പെട്ടെന്ന് കരിയായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ നിർജ്ജലീകാരിയായതിനാൽ പഞ്ചസാരയിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും വെള്ളത്തിലുള്ള അതേ അനുപാതത്തിൽ വലിച്ചെടുക്കും, കാർബൺ അവിടെ അവശേഷിക്കുകയും ചെയ്യും. ഇനി സി ചോദ്യം, പദാർത്ഥം എക്സ് പൊട്ടാസ്യം നൈട്രേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു ആസിഡ് ഉണ്ടാകുന്നു. ഇവിടെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ സമവാക്യം, രാസസമവാക്യം എഴുതുക. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ KNO3 ആണ് പ്ലസ് H2SO4. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് KHSO4, പൊട്ടാസ്യം ബൈസൾഫേറ്റും അതുപോലെ തന്നെ ഈ HNO3 ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇതാണ് ആസിഡ്. HNO3 നൈട്രിക് ആസിഡ് ആണ്. ഇതാണ് സമവാക്യം കേട്ടോ. നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്ന സമവാക്യമാണ് ഇത്. ഇനി അടുത്ത ചോദ്യം, ചോദ്യം 14. പീരിയോഡിക് ടേബിളിൽ 3-ാം പീരീഡിലും 2-ാം ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന മൂലകമാണ് എ. എന്താണ്? പീരിയോഡിക് ടേബിളിൽ 3-ാമത്തെ പീരീഡിലും 2-ാം ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന മൂലകമാണ് എ. ഇനി 2-ാം പീരീഡിലും 16-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് ബി. 2-ാം പീരീഡിലും 16-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് ബി. ഇനി ഇതിൻ്റെ സിമ്പിൾസ് അല്ലേ, സിമ്പിൾസ് ശരിയായിട്ടില്ല. എയും ബിയും വെറുതെ കൊടുത്തതാണ്, യഥാർത്ഥ മൂലകങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ചോദ്യം, എയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, പീരിയോഡിക് ടേബിളിലെ 3-ാം പീരീഡ് 2-ാം ഗ്രൂപ്പ്. ഈ 3-ാം പീരീഡ് അവസാനം അതിൻ്റെ സബ്ഷെല്ലിൽ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക, 3-ാമത്തെ പീരീഡ് എന്ന് പറയുമ്പോൾ അല്ലേ 3. അതുപോലെ തന്നെ 2-ാം പീരീഡ് എന്ന് പറയുമ്പോൾ എസ് ആണ് വരിക, S2 അല്ലേ. അപ്പോൾ 3s2 എന്ന് വരിക അല്ലേ. 3-ാം പീരീഡ് 2-ാം ഗ്രൂപ്പ് ആകുമ്പോൾ അതിൻ്റെ അവസാന സബ്ഷെല്ലിൽ 3s2 ഇലക്ട്രോൺ അല്ലേ, 3s2 എന്ന് വരും. ഇനി അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം പൂർണ്ണമായിട്ട് എഴുതുമ്പോൾ അങ്ങനെ വരും 1s2 2s2 2p6 3s2. ഓക്കെ ആണല്ലോ. ചോദ്യം ബി ഉൾപ്പെടുന്ന അതേ പീരീഡിലുള്ള ഉത്കൃഷ്ടവാതകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ ബി ഉൾപ്പെടുന്ന അതേ പീരീഡിൽ അല്ലേ അവസാനം വരുന്ന ഉത്കൃഷ്ടവാതകത്തിൻ്റെ സബ്ഷെൽ വിന്യാസം എഴുതുക. അപ്പോൾ നമുക്കിവിടെ ബിയുടേതും മനസ്സിലാക്കാം. ബി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരുന്നത്, 2-ാം പീരീഡാണ്, 16-ാം ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ 2p4 എന്നല്ലേ വരിക. 16-ാം ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ പി വരണ്ടേ അല്ലേ. 2-ാം പീരീഡ് ആകുമ്പോൾ 2p4 4നോട് 12 കൂട്ടുമ്പോഴല്ലേ 16 ഗ്രൂപ്പ് കിട്ടുക. അപ്പോൾ 2p4 എന്നാണ് അവസാനം വരിക അല്ലേ. അപ്പോൾ അതിൻ്റെ അവസാനം, ഏറ്റവും അവസാനം വരുന്ന ഉത്കൃഷ്ടവാതകം എന്ന് പറയുമ്പോൾ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ അവസാന സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ വരണം 2pയിൽ അല്ലേ. 1s2 2s2 2p6 എന്നാണ് അവസാനം വരിക. ഓക്കെ, 2 അല്ലേ 8 ഇലക്ട്രോൺ ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഇനി ചോദ്യം സി ചോദ്യം, എയും ബിയും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. എയും ബിയും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ, എയുടെയും ബിയുടെയും സംയോജകത കണ്ടുപിടിച്ചാൽ മതി. സംയോജകത പരസ്പരം മാറ്റി താഴോട്ട് എഴുതിയാൽ എന്തായി, രാസസൂത്രമായി. അപ്പോൾ എയുടെ സംയോജകത എത്ര വരുന്നത്, എ എന്ന് പറഞ്ഞാൽ ഇതാ 2 8 2 എന്നാണ്. അപ്പോൾ 2 ആണ് അതിൻ്റെ സംയോജകത അല്ലേ. 2 8 2 എന്ന് വരും. അപ്പോൾ 2 ആണ് സംയോജകത. ബി എന്ന് പറഞ്ഞാലോ 2 ബി എന്ന് പറയുമ്പോൾ ഇതാ 2p4 അല്ലേ. 1s2 2s2 2p4 അല്ലേ. അപ്പോൾ 2 6 ബാധിതമഷലിൽ 6 ഇലക്ട്രോൺ ആകുമ്പോൾ 2 തന്നെയാണ് വരിക. അപ്പോൾ എയുടേതും ബിയുടേതും 2 ആണ് സംയോജകത. ഇനി നമ്മളതിൻ്റെ രാസസൂത്രം എഴുതുമ്പോൾ എങ്ങനെ വരുന്നത്, രാസസൂത്രം എഴുതുമ്പോൾ സംയോജകത പരസ്പരം മാറ്റി പാദാംഗമായിട്ട് താഴോട്ട് എഴുതും. പൊതുഘടകം ഉണ്ടെങ്കിൽ ഹരിക്കുക. അവിടെ 2നും പൊതുഘടകമാണ്. അപ്പോൾ 2ഉം ക്യാൻസലായിപ്പോവും, ഇല്ലാണ്ടായിപ്പോവും. 2 കൊണ്ടായിരിക്കുമ്പോൾ A1 B1 എന്ന് കിട്ടും. ഒന്നാണെങ്കിൽ അത് കാണിക്കേണ്ട AB എന്നാണ് അപ്പോൾ എന്ത് വരിക, ഇതിൻ്റെ രാസസൂത്രം വരുന്നത്. ഓക്കെ, ഇനി ചോദ്യം 15. എ ബി സി കോളങ്ങൾ ചേരുംപടി ചേർത്തെഴുതാനുള്ളതാണ് എ ബി. എയിൽ റക്റ്റിഫൈഡ് സ്പിരിറ്റ്, അത് എന്താണ്, ബി കോളത്തിൽ റക്റ്റിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ
95.6% എത്തനോളാണ് അല്ലേ. അപ്പോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് ബി കോളത്തിൽ 95.6% എത്തനോൾ. അത് എത്തനോൾ എന്ന് പറയുമ്പോൾ OH വരുന്ന അല്ലേ, ആൽക്കഹോളാണ്, OH ആണ് സി കോളത്തിൽ OH. ഇനി രണ്ടാമത്തത് വിനാഗിരി. വിനാഗിരി എന്ന് പറഞ്ഞാൽ 5 മുതൽ 8% വരെ എത്തനോയിക് ആസിഡാണ് വിനാഗിരി അല്ലേ. വിനാഗിരി ആസിഡാണ്, എത്തനോയിക് ആസിഡാണ്. അത് COOH ഫങ്ഷൻ ഗ്രൂപ്പ് എന്നും വരും. ഓക്കെ. ഇനി അതിലെ ബി ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം പൂർത്തീകരിക്കുക. ഉൽപ്പന്നത്തിൻ്റെ IUPAC നാമം എഴുതുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന രാസപ്രവർത്തനം പൂർത്തിയാക്കും വേണം അതിൻ്റെ IUPAC നാമം എഴുതണം. 2 മാർക്കിൻ്റെ ചോദ്യമാണത്, ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ CH3COOH ആസിഡാണ്, അതുപോലെ CH3CH2OH ആൽക്കഹോളാണ് അല്ലേ. ഒരു ആസിഡും ആൽക്കഹോളും തമ്മിൽ കൂടിച്ചേരുന്ന പ്രവർത്തനമാണ്, ഉണ്ടാകുന്ന ഉൽപ്പന്നം എസ്റ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ്. ഈ ആസിഡിലെ OHഉം ആൽക്കഹോളിലെ Hഉം കൂടെ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറും, H2O ഉണ്ടായി, H2O. ഓക്കെ. ബാക്കിയുള്ളത് ഇതുപോലെ എഴുതിയാൽ മതി. CH3COO CH2 CH3 അല്ലേ, CH3COO CH2 CH3. ഇനി അപ്പോൾ ഇത് എസ്റ്ററാണ് അല്ലേ. എസ്റ്ററിൻ്റെ പേര് എഴുതാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ആൽക്കഹോളിൻ്റെ ഭാഗം എടുക്കുക. എഥനോളാണ് ഇവിടെ ആൽക്കഹോള്. എഥനോളിന് നമ്മൾ ഈഥൈൽ എന്ന് എഴുതാം. എഥനോളിൻ്റെ ഭാഗമാണ്, ആൽക്കഹോളിൻ്റെ ഭാഗം ഫസ്റ്റ് എടുക്കുക എപ്പോഴും ഈഥൈൽ എന്നാക്കുക. ഇനി ആസിഡ് ഏതാണ്, എത്തനോയിക് ആസിഡാണ്. എത്തനോയിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യണം, എത്തനോയേറ്റ് എന്നാക്കുക അല്ലേ. അപ്പോൾ ഈഥൈൽ എത്തനോയേറ്റ് എന്നാണ് ഇവിടുത്തെ ഈ എസ്റ്ററിൻ്റെ പ്രത്യേകത അല്ലേ. ഇനി എസ്റ്ററിൻ്റെ പ്രത്യേകതകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൂക്കളുടെയും പഴങ്ങളുടെയും ഗന്ധമാണ് എസ്റ്ററിന് ഉള്ളത് അല്ലേ. ഇനി ചോദ്യം 16, 4 ഉത്തരം എഴുതണം, 4 മാർക്ക് വീതം. 16ാമത്തത്, ക്രോമിയത്തിൻ്റെ CR24 ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2 രീതിയിൽ എഴുതിയിരിക്കുന്നു. ഒന്ന് 1s2 2s2 2p6 3s2 3p6 3d4 4s2. രണ്ടാമത്തത് 1s2 2s2 2p6 3s2 3p6 3d5 4s1. 2 തന്നിട്ടുണ്ട്. ഇനി ചോദ്യം ഇവയിൽ ഏറ്റവും സ്ഥിരത കൂടിയ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏതാണ്? സ്ഥിരത കൂടിയ നമുക്കറിയാം ക്രോമിയത്തിൻ്റെ രണ്ടാമത്തതാണ്, അവസാനം 3d5 4s1 അല്ലേ, ഇതാണ് സ്ഥിരത കൂടിയത്. ഇനി അതിലെ ചോദ്യം ബി, നിങ്ങളുടെ ഉത്തരത്തിന് മതിയായ കാരണം എഴുതുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള കാരണം? എന്താ കാരണം? ഈ ഡി സബ്ഷെല്ലിൽ അല്ലേ പകുതി ഇലക്ട്രോണുകൾ ഉള്ളപ്പോൾ അതിന് സ്ഥിരത ഉണ്ട് അല്ലേ. അപ്പോൾ ഡി സബ്ഷെൽ പകുതി നിറഞ്ഞ വിന്യാസം കൂടുതൽ സ്ഥിരത ഉള്ളതാണ് അല്ലേ. ഇങ്ങനെയാകുന്ന സമയത്ത് അതിന് സ്ഥിരത ഉണ്ട്, അതാണ് കാരണം. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ, കോപ്പറിൻ്റെ CU29 കോപ്പറിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. കോപ്പറിൻ്റെത് എങ്ങനെ വരിക? കോപ്പർ 1s2 2s2 2p6 3s2 3p6 3d10 4s1 അല്ലേ. അപ്പോൾ 4s1ഉം 3d10ഉം ഇതിവിടെ 3Dയിൽ 10 ഇലക്ട്രോണും 4sൽ 1ഉമാണ്. ഇങ്ങനെ 10 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 3D മുഴുവനായി നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്തും അതിനെന്തുണ്ട്? സ്ഥിരത ഉണ്ട്. അപ്പോൾ ഈ ക്രോമിയം കോപ്പറും പ്രത്യേകം പഠിക്കേണ്ടതാണ്, എല്ലാ പരീക്ഷകളിലും ഉണ്ടാകുന്നതാണ്, നന്നായിട്ട് നോക്കാം. ഇനി ഡി, കോപ്പറിൻ്റെ പീരിയഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ എന്നിവ കണ്ടെത്തുക. ഇവിടെ കോപ്പർ ഒരു ഡി ബ്ലോക്ക് മൂലകമാണ് അല്ലേ. ഡി ബ്ലോക്കാണ്. പീരിയഡ് എത്രയാണ്? ഏറ്റവും വലിയ ഈ ഷെൽ നമ്പർ 4 പീരിയഡ്. ഗ്രൂപ്പ്, ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കാണാൻ അവസാന 2 സബ്ഷെൽ ഇലക്ട്രോണുകൾ കൂട്ടി എഴുതുക. 10+1 11 ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, 11 അല്ലേ. ഇനി നെക്സ്റ്റ് 17, നിറമില്ലാത്ത ഒരു സോഡിയം ലവണ ലായനിയിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു. അപ്പോൾ സോഡിയത്തിൻ്റെ ലവണ ലായനി അല്ലേ, സോഡിയം ക്ലോറൈഡ് ഒക്കെ ആവാം, സോഡിയം ക്ലോറൈഡ്. അതിപ്പോൾ അതിലൂടെ സോഡിയം ലവണ ലായനിയിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു. നിരീക്ഷണങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്ന്, ആനോഡിൽ നിന്നും ക്ലോറിൻ വാതകം പുറപ്പെടുന്നു. ആനോഡിൽ ക്ലോറിൻ ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തൊരു നിരീക്ഷണം, ലായനിയിലേക്ക് 2-3 തുള്ളി ഫിനോഫ്തലിൻ ചേർത്താൽ ലായനിക്ക് പിങ്ക് നിറം ലഭിക്കും. ഈ 2 സൂചന അല്ലെങ്കിൽ നിരീക്ഷണം തന്നിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ,
ലായനിയുടെ നിറം മാറ്റത്തിന് കാരണമെന്ത്? ഇവിടെ ഉണ്ടായ ഉൽപ്പന്നം ഏത്? ഒരു കാര്യം മനസ്സിലാക്കുക, ഈ എപ്പോഴും പിങ്ക് നിറം അല്ലേ, ലായനിക്ക് പിങ്ക് നിറം ഉണ്ടാകുന്നുവെങ്കിൽ എന്തായിരിക്കും കാരണം? അത് ഒരു ആൽക്കലി ലവണം ആയിരിക്കും അല്ലേ, ആൽക്കലി ആയിരിക്കും. ഓക്കെ, ആൽക്കലി പദാർത്ഥമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എയുടെ ആൻസർ ലായനിയുടെ നിറം മാറ്റത്തിന് കാരണമെന്ത്? ഇവിടെ വൈദ്യുവിശ്ലേഷണം സംഭവിച്ചു അല്ലേ, വൈദ്യുവിശ്ലേഷണം നടന്നു എന്ന് മനസ്സിലാക്കുക. വൈദ്യുവിശ്ലേഷണം സംഭവിച്ചു, ഇവിടെ ഉണ്ടായ ഉൽപ്പന്നം ആൽക്കലിയാണ് അല്ലേ. അപ്പോൾ വൈദ്യുവിശ്ലേഷണ ഫലമായി അല്ലെങ്കിൽ വൈദ്യുവിശ്ലേഷണം സംഭവിച്ച് ആൽക്കലി ഉണ്ടാകുന്നു. അതാണ് ആദ്യ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി ബി, കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം ഇതാണ്. 2H2O + 2E- ഗീവ്സ് H2. കാഥോഡിൽ ഹൈഡ്രജൻ വാതകമാണ് സോഡിയം ക്ലോറൈഡ് ലായനിയെ വൈദ്യുവിശ്ലേഷണത്തിന് വിധേയമാക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ രാസപ്രവർത്തനമാണ് കാഥോഡിൽ നടക്കുന്നത്. ഇനി ചോദ്യം സി, ലായനിക്ക് പകരം ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആനോഡിലും കാഥോഡിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ സമവാക്യം എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ലായനിക്ക് സോഡിയം ക്ലോറൈഡ് ലായനിയല്ല, അതിനു പകരം സോഡിയം ക്ലോറൈഡ് മാത്രം, ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആനോഡിലും കാഥോഡിലും നടക്കുന്ന രാസപ്രവർത്തന സമവാക്യങ്ങൾ. ആനോഡിൽ 2Cl- ഗീവ്സ് Cl2 + 2E- എന്നും, കാഥോഡിലേക്ക് വരുന്നത് പോസിറ്റീവ് അയോണായ Na+ അല്ലേ, Na+ + 1E- ഗീവ്സ് Na എന്നുമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ചോദ്യം 18, ഒരു ഉഭയദിശാ പ്രവർത്തനമാണ് നൽകിയിരിക്കുന്നത്. N2 + 3H2 ഗീവ്സ് 2NH3 + ഹീറ്റ്. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന രാസപ്രവർത്തനം, കൂടെ താപവും ഉണ്ടാകുന്നു. ചോദ്യം എ, താപനിലയിലുള്ള വർധനവ് പുരോപ്രവർത്തന വേഗത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവിടെ പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ N2 + 3H2 ഗീവ്സ് NH3 + താപം എന്നാണ് അല്ലേ. താപം ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് പുരോപ്രവർത്തനം, അതായത് താപമോചക പ്രവർത്തനമാണ് പുരോപ്രവർത്തനം അല്ലേ. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ താപം ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം അല്ലേ. അപ്പോൾ ഇവിടെ താപനിലയിലുള്ള വർധനവ് പുരോപ്രവർത്തന വേഗത്തെ എങ്ങനെ ബാധിക്കും? പുരോപ്രവർത്തന വേഗത കുറയ്ക്കാൻ കാരണമാകും. കാരണം തിരിച്ചുള്ള രാസപ്രവർത്തന വേഗത കൂടാൻ ചിലപ്പോൾ കാരണമാകും ഈ താപം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ താപനില കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? പുരോപ്രവർത്തന വേഗത കുറക്കും അല്ലേ, കുറയ്ക്കുമെന്നാണ് മനസ്സിലാക്കുക. ഇനി ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറയാനും കാരണമാകും അല്ലേ. അപ്പോൾ ഇവിടെ കുറയുമെന്നാണ് ആൻസർ. ഇനി ചോദ്യം ബി, മർദ്ദം കൂട്ടിയാൽ ഉൽപ്പന്നത്തിൻ്റെ അളവിന് എന്ത് സംഭവിക്കും? ഇവിടെ മർദ്ദം കൂട്ടിയാൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടും. കാരണം ഇവിടുത്തെ അഭികാരക തന്മാത്രകൾ, ഒരു തന്മാത്ര നൈട്രജനും 3 തന്മാത്ര ഹൈഡ്രജനും ഉണ്ട്. ആകെ 4 അഭികാരക തന്മാത്രകളുണ്ട്. എന്നാൽ ഉൽപ്പന്നത്തിൽ 2 അമോണിയാണ് ഉണ്ടാകുന്നത്, 2 തന്മാത്ര അമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ 4 2 കുറയുന്നുവെങ്കിൽ മർദ്ദം കൂടിയതിൻ്റെ ഫലമായിട്ടാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് അല്ലെങ്കിൽ വ്യാപ്തം കുറയുന്നത് അല്ലേ. അപ്പോൾ മർദ്ദം കൂട്ടുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടുമെന്ന് മനസ്സിലാക്കുക. ഇരുഭാഗത്തുമുള്ള തന്മാത്രകളുടെ എണ്ണം വ്യത്യാസമുണ്ടെങ്കിൽ അത് മർദ്ദം കൂട്ടിയാൽ അല്ലേ, മർദ്ദം കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ മർദ്ദത്തിലുള്ള വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടാണെന്ന് മനസ്സിലാക്കണം. മർദ്ദം കൂടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടും. സി, ഉണ്ടാകുന്ന അമോണിയയെ ഇടയ്ക്കിടെ നീക്കം ചെയ്യുന്നു. ഈ അമോണിയനെ ഇങ്ങനെ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുരോപ്രവർത്തന വേഗത്തെ എങ്ങനെ ബാധിക്കും? അത് പുരോപ്രവർത്തന വേഗത കൂടാൻ കാരണമാകും. കാരണം എന്താ? തിരിച്ചുള്ള രാസപ്രവർത്തന വേഗത കുറയും, പശ്ചാത്തപ്രവർത്തനം നടക്കുന്നില്ല. അപ്പോൾ പുരോപ്രവർത്തന വേഗത കൂടാൻ അത് കാരണമാകും, വേഗത കൂടും. ഇനി ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന തത്വം പ്രസ്താവിക്കുക അല്ലേ. നമുക്കറിയാം ഉഭയദിശാ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലേഷാറ്റ്ലിയർ തത്വമാണ്. ലേഷാറ്റ്ലിയർ തത്വം എന്താണ്? ഈ തത്വം സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ച് മാറ്റം വരുത്തിയാൽ ആ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം വ്യൂഹം ഇല്ലായ്മ ചെയ്ത് ഒരു പുനഃക്രമീകരണത്തിലൂടെ വീണ്ടും പുതിയ സന്തുലനാവസ്ഥ പ്രാപിക്കും. ഇതാണ് ലേഷാറ്റ്ലിയർ തത്വം. ഇനി ചോദ്യം 19, കലാമിൻ, സിങ്ക് ബ്ലെൻഡ് എന്നിവ സിങ്കിൻ്റെ 2 അയിരുകളാണ്.
കലാമിനും സിങ്ക് ബ്ലെൻഡും സിങ്കിൻ്റെ 2 അയിരുകളാണ്. ചോദ്യം എ, സിങ്ക് ബ്ലെൻഡ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏത്? ഉത്തരം പ്ലവന പ്രക്രിയയാണ് സിങ്ക് ബ്ലെൻഡ് അല്ലേ, അല്ലെങ്കിലും സൾഫൈഡ് അയിരുകൾ സാന്ദ്രണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലവന പ്രക്രിയയാണ്. ചോദ്യം ബി, സാന്ദ്രണത്തിന് ശേഷം കലാമിൻ സിങ്ക് ബ്ലെൻഡ് എന്നിവയെ സിങ്ക് ഓക്സൈഡായി മാറ്റുന്നതിന് 2 വ്യത്യസ്ത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു. അവ വിശദമാക്കുക. അപ്പോൾ എന്താ ചോദ്യം? സാന്ദ്രണത്തിന് ശേഷം കലാമിൻ സിങ്ക് ബ്ലെൻഡ് എന്നിവയെ സിങ്ക് ഓക്സൈഡായി മാറ്റുന്നതിന് 2 വ്യത്യസ്ത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു. അവ വിശദമാക്കുക. ഏതൊക്കെയാണ്? സിങ്ക് ബ്ലെൻഡിന് റോസ്റ്റിംഗ് ആണ്. എന്താ റോസ്റ്റിംഗ്? വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അല്ലേ, പൊടിച്ച അയിരിനെ ശക്തിയായി ചൂടാക്കുക. ദ്രവണാങ്കം കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയക്കാണ് റോസ്റ്റിംഗ്. വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് റോസ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി കലാമിന് തിരഞ്ഞെടുക്കുന്ന ഏതാ? കാൽസിനേഷനാണ് അല്ലേ, അല്ലെങ്കിൽ കാർബണേറ്റ് അരികളെ തിരഞ്ഞെടുക്കുന്ന രീതി കാൽസിനേഷനാണ്. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അല്ലേ അരികളെ ചൂടാക്കുന്ന പ്രക്രിയക്കാണ് കാൽസിനേഷൻ എന്ന് പറയാം. ചോദ്യം സി, അശുദ്ധമായ സിങ്ക് ലോഹത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗം ഏത്? അശുദ്ധമായ സിങ്ക് ലോഹത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗമാണ് സ്വേദനം. സിങ്കിൻ്റെ ഏത് സവിശേഷതയാണ് ഈ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണം? തിളനില കുറവായതിനാലാണ് ഈ മാർഗം തിരഞ്ഞെടുക്കുന്നത്. ഉത്തരം തിളനില കുറവായതിനാൽ. ചോദ്യം 20, നൽകിയിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ അഡീഷൻ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്നത് ഏത്? അഡീഷൻ പ്രവർത്തനം നമുക്കറിയാം, ദ്വിബന്ധനം അല്ലെങ്കിൽ ആൽക്കീനുകളെയാണ് അല്ലേ അഡീഷൻ പ്രവർത്തനത്തിന് വിധേയമാക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ C4H10 ഉണ്ട്, ഇത് ആൽക്കീനല്ല. C5H12 ഉണ്ട്, ഇതും ആൽക്കീനല്ല, ആൽക്കെയിനാണ്, ഏകബന്ധനമുള്ളതാണ് രണ്ടും. ഇനി C4H8 അല്ലേ, കാർബണിൻ്റെ ഇരട്ടിയാണെങ്കിൽ അതാണ് ദ്വിബന്ധനമുള്ള ആൽക്കീനുകൾ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഉത്തരം C4H8 എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഹൈഡ്രോ കാർബൺ ഹൈഡ്രജനുമായും ക്ലോറിനുമായും നടത്തുന്ന അഡീഷൻ പ്രവർത്തനത്തിൻ്റെ സമവാക്യങ്ങൾ എഴുതുക. ഇത്രയേ ഉള്ളൂ. C4H8 + H2 അല്ലേ, എത്ര ഹൈഡ്രജനാണ് കൂടിയത്? C4H10 അല്ലേ, C4H10 ആയി. ഇനി C4H8 + Cl2 എന്തായി? C4H8 Cl2 എന്ന് വരും. C4H8 Cl2. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ, CH3 CH CH CH3 അല്ലേ, ഏതാണിത്? ഇത് ബ്യൂട്ട് 2 ആണ്. ബ്യൂട്ട് 2 എന്ന ഹൈഡ്രോ കാർബണും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ നടക്കുന്ന അഡീഷൻ പ്രവർത്തനത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ IUPAC നാമം എഴുതുക. നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ആദ്യം എഴുതാം അല്ലേ. അപ്പോൾ ബ്യൂട്ട് 2 ഇത് HCl-മായി കൂടിച്ചേർന്ന് എന്തൊക്കെയാവും? ഇതാ ഈ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലാണ് ദ്വിബന്ധനം ഉള്ളത്. അപ്പോൾ H ഈ കാർബണിൻ്റെ കൂടെ കൂടിച്ചേർന്ന് CH2, CHൻ്റെ കൂടെ Cl കൂടിച്ചേർന്ന് CHCl അല്ലേ, CHCl. ഇവിടെ Cl2 ഇല്ല കേട്ടോ, മനസ്സിലാക്കുക. CHCl ഉള്ള മാറിപ്പോയതാണ്, Cl2 ഇല്ല. അപ്പോൾ CH3 CH2 CHCl CH3 എന്താണ് പ്രത്യേകം മനസ്സിലാക്കണം? CHCl എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഈ അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരിക? 2 ക്ലോറോ. നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 എന്നാണ് വരിക. 2 ക്ലോറോ ബ്യൂട്ടൈൻ എന്നാണ് ആൻസർ. ഇതിൻ്റെ IUPAC നാമം 2 ക്ലോറോ ബ്യൂട്ടൈൻ എന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ചില ചോദ്യങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും അല്ലേ മോഡൽ പരീക്ഷ ആയത് കാരണം നമുക്കൊന്നും കൂടെ പഠിക്കാനുള്ള അവസരമുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക്, പബ്ലിക് എക്സാമിന് മാർച്ചിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് പഠിച്ച് നല്ല ഫുൾ മാർക്ക് A+ വാങ്ങാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.